പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഖ്യസാഹിതിയിൽ ഒരു ചെറുകഥയാണ് അവതരിപ്പിക്കുന്നത്. അനശ്വരനായ കഥാകൃത്ത് TCV സതീശൻ എഴുതിയ ശിവകാശിപ്പടക്കങ്ങൾ എന്ന കഥ. വിരിയും മുൻപേ കൊഴിഞ്ഞുപോയൊരു പൂവ് എഴുത്തിന്റെ ലോകത്തേക്ക് അടിവെച്ചടിവെച്ച് കയറി തുടങ്ങുകയായിരുന്നു. കുറേയധികം കവിതകളും 2 കഥാസമാഹാരങ്ങളും ഒരു നോവലും സതീശന്റേതായിട്ടുണ്ട്. അനേകം പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുമുണ്ട്. സമകാലീന സന്ദർഭങ്ങൾ, ദുഃഖസാന്ദ്രമാകുന്ന ജീവിതാവസ്ഥകളുടെ വേദനകളിലേക്കാണ് ഇദ്ദേഹത്തിന്റെ കഥകൾ മിഴിതുറക്കുന്നത്. അനുഭവങ്ങളുടെ വെറുമൊരു വിവരണം എന്നതിനേക്കാൾ ജീവിതങ്ങളുടെ കല്ലുവെട്ടുകുഴിയിൽ നിന്നും അനുഭവങ്ങളെ കല്ലെന്ന പോലെ വെട്ടിയെടുക്കുകയാണ് ഈ കഥാകൃത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നീതിയുടെ വിളയാട്ടത്തിൽ സതീശൻ എന്ന പാവം മനുഷ്യനും കരുത്തുറ്റ കഥാകൃത്തിനും പിടിച്ചു നിൽക്കാനായില്ല. സതീശന്റെ വിയോഗം അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങൾക്കെന്ന പോലെ, അദ്ദേഹത്തിന്റെ സ്നേഹബന്ധങ്ങൾക്കെന്ന പോലെ സാഹിത്യ ലോകത്തിനും തീരാ നഷ്ടമാണെന്ന കാര്യം പറയാതെ വയ്യ. ആ ഓർമ്മകൾക്ക് മുന്നിൽ സഖ്യസാഹിതി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കഥ ശിവകാശി പടക്കങ്ങൾ. എഴുതിയത് TCV സതീശൻ. പൂത്തിരികൾ ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിയിക്കുകയും ദിഗന്ധങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള പടക്കങ്ങളുടെ ഗർജനം അവസാനിക്കുകയും ചെയ്തപ്പോഴേക്കും നേരം പരപരാവെടുത്തിരുന്നു. പല്ല് തേക്കാതെയുള്ള കാലിച്ചായ കുടി കഴിഞ്ഞ് ഞാൻ പത്രത്താളുകളിൽ മഷിനോട്ടം ചെയ്യുമ്പോഴാണ് അവൾ വിളിച്ചു കൂവിയത്. "ഇങ്ങോട്ടേക്കൊന്ന് നോക്കിയേ." ചൂലുകൊണ്ട് മുറ്റമടിക്കുന്നതിനിടയിൽ കിട്ടിയ കടലാസ് തുണ്ടുകൾ ചേർത്ത് പിടിച്ച് അവൾ വായന തുടർന്നു. തലേന്ന് മകൾ പൊട്ടിച്ച ശിവകാശിപ്പടക്കങ്ങൾ അവശേഷിപ്പിച്ച തുണ്ടുകടലാസുകൾ. കണ്ഠനാളത്തിൽ നിന്നും ഉതിർന്നു വീണ ഇമ്പമാർന്ന അവളുടെ ആലാപനം, എവിടെയോ കേട്ടുമറന്ന വരികൾ. "മനസ്സിലായോ?" കടലാസ് തുണ്ട് അവൾ എനിക്ക് നേരെ നീട്ടി. "ഇത് നിങ്ങളുടെ ആദ്യ കവിതാ സമാഹാരത്തിലുള്ള വായ്ക്കരി എന്ന കവിതയിലെ ഒരു ഭാഗമാണ്." പുച്ഛം കലർന്ന ഒരു ഇളിഭ്യ ചിരിയോടുകൂടി വലിയ വിശദീകരണത്തിനായി ഭാര്യ അടുത്തുകൂടി. പൊട്ടിത്തീർന്ന് പടക്കങ്ങൾ ഉപേക്ഷിച്ചു പോയ കടലാസ് തുണ്ടുകൾ കയ്യിൽ വാങ്ങി പരിശോധിച്ചപ്പോൾ ശരിയാണ് കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയ വരികൾ. കണ്ണിൽ നിന്നും താഴേക്കിറങ്ങിയത് കണ്ണുനീരായിരുന്നില്ല, വ്യസനത്തിന്റെ തീ മഴയായിരുന്നു, മോഹഭംഗങ്ങളുടെ നരകമഴയായിരുന്നു. "അച്ഛാ, ആശയങ്ങൾ വാക്കുകളായി ഗർജിക്കണമെന്നല്ലേ പണ്ടേതോ എഴുത്തുകാരൻ പറഞ്ഞത്?" അകത്തുനിന്നും മകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. പ്രസാധകൻ വഴി, നിരൂപകൻ വഴി ആക്രിക്കടക്കാരനിലേക്ക് അധിക ദൂരം താണ്ടിയുള്ള വരവായിരിക്കണം. പുസ്തകത്തിന്റെ പുറംചട്ട കീറിപ്പറഞ്ഞിരുന്നു. തുന്നിക്കൂട്ടിയ താളുകൾ ജീവിതം പോലെ കുത്തഴിഞ്ഞിരുന്നു. നല്ല ഒരു വിഷുദിനത്തിൽ വെറുതെ കെട്ടിയവനെ കരയിച്ചല്ലോ. ഉള്ളിൽ പതഞ്ഞുപൊങ്ങിയ പശ്ചാത്താപ ചിന്തയാൽ അവൾക്കും സങ്കടം വന്നു. "സാരമില്ല, കവിതകൾ എഴുതുക എന്താണല്ലോ നിങ്ങളുടെ കർമ്മം. അത് ഭംഗിയായി ചെയ്തില്ലേ, പിന്നെന്തിനാ സങ്കടപ്പെടുന്നേ?" അവൾ സമാധാനപ്പെടുത്തി. പത്രത്താളുകളിൽ നിന്ന് എന്റെ കണ്ണുകൾ ചെന്നു പതിച്ചത് അലമാരയിലെ അടുക്കിവെച്ച പുസ്തകങ്ങളിലേക്ക്. ശിവകാശിയിലെ ഏതോ തെരുവിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത താവളങ്ങളിൽ നിന്ന് പടക്കങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ, ആയാസപ്പെട്ട് അവർ പൊതിയുന്ന പടക്കക്കൂട്ടുകളിൽ ഒരുപക്ഷെ എന്റെ മറ്റൊരു പുസ്തകത്തിന്റെ താളുകൾ. തൊണ്ട വരളുന്നു. കുടിക്കാനിത്തിരി വെള്ളം. എന്റെ വിരലുകൾ ചോദ്യമായി അവളുടെ നേരെ തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, TCV സതീശൻ എഴുതിയ ശിവകാശിപ്പടക്കങ്ങൾ ഇവിടെ തീരുന്നു. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സഖ്യസാഹിതിയെ ചേർത്തു നിർത്തണേ.